ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശരിതെറ്റുകൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങളും മിക്ക മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെ ജനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഏറ്റെടുക്കാതിരിക്കുകയും വളരെ നിസ്സാരമായ നമ്മൾ വിട്ടുകളയേണ്ട ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഏറ്റെടുക്കുകയും അതൊക്കെ തന്നെ ഊതിപ്പെരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില പണികളാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അടുത്തിടെ ഉണ്ടായിട്ടുള്ളൊരു സംഭവത്തിലേക്ക് വരാം. കാരണം മുഖ്യമന്ത്രി ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത്തോളം അത് കോന്നിയിലാണ്. ആ കോന്നിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സൈഡിൽ നിന്നിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പിണറായി നേരെ തിരിച്ചു പറയുന്നു, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ അത് വാർത്തയാക്കുകയും വലിയ ധാർഷ്ട്യത്തിൻ്റെയും വലിയ ധിക്കാരത്തിൻ്റെയും മോശപ്പെട്ട പെരുമാറ്റത്തിൻ്റെയും ഒക്കെ ഉദാഹരണങ്ങളായി അത് ചൂണ്ടിക്കാണിക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മിക്ക ഈ പറയുന്ന പോലെ റീൽസുകളും അതുപോലെ യൂട്യൂബ് വീഡിയോകളും ഒക്കെ കൊണ്ട് തന്നെ മിക്ക ചില ആളുകൾ അവരെ തന്നെ സെല് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ ഡെയിലി ടു ഡേ ആക്ടിവിറ്റീസ്, അവർ മീൻകറി വെക്കുന്നത്, അവർ ഭർത്താവായിട്ടിരിക്കുന്നത്, സല്ലപിക്കുന്നത്, അവരുടെ പ്രണയം, സ്നേഹം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ ചില സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഭർത്താവിൻ്റെ കാലുതൊട്ട് വന്നിച്ചിട്ട് എന്ത് ചെയ്യുന്നു, മറ്റേ പത്രിക നൽകാൻ പോകുന്നു. ഇങ്ങനെ പല പരിപാടികളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ എല്ലാം അവരെന്താണ് കാണിക്കുന്നത്? അവരൊരിക്കലും ദേഷ്യപ്പെടാത്ത, അവരൊരിക്കലും മറ്റേ എല്ലാവരോടും വളരെ കരുണയോടും ആർദ്രതയോടും കൂടി സംസാരിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇപ്പം മല്ലു ഫാമിലി പോലെയുള്ള ചില ഫാമിലികളൊക്കെ തന്നെ ദാരിദ്ര്യത്തിൽ അവർ കഴിയുന്നു എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഒക്കെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഇക്കാലത്ത് ഒരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫോൾസ് നെഗറ്റീവ്സ് ഉണ്ടാക്കുക, ആ നെഗറ്റീവ്സിന്റെ പിടിയിലേക്ക് വിടുക, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടതല്ലാതെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ വളരെ മോശപ്പെട്ടതാക്കി കാണിക്കുക. ഇത് വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഞാൻ ആരെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഇപ്പം പിണറായി വിജയൻ ഒരു പൊതുയോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊക്കെ ആയിരക്കണക്കിന് സെമിനാറുകളിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെ പിൻ ഡ്രോപ്പ് സൈലൻ്റായ ആളുകൾ നിൽക്കുമ്പോൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് വലിയ സമാധാനത്തോടുകൂടി ക്ലാസ് എടുക്കാൻ പറ്റും. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സംസാരിക്കുകയോ പ്രത്യേകിച്ചും ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ദേഷ്യം വരും. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതുസമ്മേളനങ്ങളൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓപ്പോസിറ്റ് നിന്നിട്ട്, നിങ്ങളാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കും, ഒരാൾ ഓപ്പോസിറ്റ് നിന്നിട്ട് യാതൊരു വകതിരിവും ഇല്ലാതെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ദേഷ്യം വരും. പക്ഷേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അത്തരത്തിൽ ദേഷ്യം ഉണ്ടാകും, പക്ഷെ അത് പുറത്തൊന്നും കാണിക്കരുത്. പകരം നിങ്ങളുടെ കരുണയുടെയും ആർദ്രതയുടെയും നിങ്ങളൊരു ഫാമിലി മാൻ്റെയും ഒക്കെ ഈ പറയുന്ന പോലെ റീൽസും ക്ലിപ്പിംഗ്സും മാത്രം എടുത്തിടുന്ന നിരവധി ആളുകളെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത്തരത്തിൽ റീൽസുകൾ കൊണ്ട് നേതാവായിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫി പറമ്പിലൊക്കെ ആണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഷാഫി പറമ്പിൽ പാലക്കാട് MLA സ്ഥാനത്ത് നിന്ന് മത്സരിക്കാൻ വേണ്ടി, വേറെ വിട്ടിട്ടൊന്നും പോകണമില്ല, മത്സരിക്കാൻ വേണ്ടിയിട്ട് വടകരയിലേക്ക് പോകുന്നു. നിങ്ങൾ ആ രംഗമൊന്നും ഓർത്തു വെച്ചിട്ടുണ്ടാവും. ആ രംഗത്തിൽ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഷാഫി ആളുകൾ കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. എന്തിനാണ്? പണ്ടൊക്കെ ശബരിമലക്ക് പോകുമ്പോഴാണ് ആളുകൾ ഇതുപോലെ കരഞ്ഞുകൊണ്ടിരുന്നത്, കാരണം വല്ല പുലി പിടിച്ച് തിരിച്ചു വന്നില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട്. ഇത് വടകരയിലേക്ക് ഷാഫി മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ മത്സരിച്ചാൽ തന്നെ ഷാഫി കേരളത്തിലുണ്ടാവും, പാലക്കാട് വരും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ വലിയ വികാരനിർഭരമായിട്ടുള്ള രംഗങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ നേരെ തിരിച്ച് അവിടെ വടകരയിൽ എത്തുമ്പോഴേക്കും അത്തരത്തിലുള്ള രംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ ഒരു ഇമേജ് ബിൽഡിംഗ് നിർമ്മിതികളിൽ വിശ്വസിക്കുന്ന ഒരു ജനമായി നമ്മൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ വളരെ നാച്ചുറലായി ഒരാളോടൊന്ന് ദേഷ്യപ്പെട്ടാൽ അപ്പം തന്നെ അത് വലിയ വാർത്തയായി തീരും. ഈ പിണറായി വിജയൻ പറഞ്ഞില്ലേ, നിങ്ങളാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കും. ഈ കേൾക്കുന്ന ഓരോ പ്രേക്ഷകരും നമ്മൾ എത്രത്തോളം നെർവസ് ആയിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയൊക്കെ ആയിരിക്കും ഒരു സ്റ്റേജിൽ നിൽക്കുക. പോട്ടെ, പിണറായി വിജയൻ ആകുമ്പോൾ അത് ഉണ്ടാവില്ല, ചിലപ്പോൾ ഞാനാണെങ്കിലും ഒന്നും ഉണ്ടാവില്ല, കാരണം സ്റ്റേജ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ പോലും നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണ്. ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഒരു ചോദ്യമുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ നമുക്ക് ദേഷ്യം വരും. പക്ഷെ നമ്മൾ ആ ദേഷ്യത്തോടെ നിങ്ങളത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്നു. അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തെ കണ്ടെത്തി നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്,
എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് അതിൽ തെറ്റ് ചെയ്തത്, ഞാൻ അത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. കാരണം അത്തരത്തിൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതൊരു പൊതുസമ്മേളനമാണ്, അല്ലാതെ വാർത്താ സമ്മേളനമൊന്നുമല്ല. അവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാൻ പാടില്ല. ഇന്ന് പിണറായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അങ്ങനെ ചോദ്യമുണ്ടെന്ന് ചോദിക്കാൻ പാടില്ല, കാരണം അതൊരു പൊതുസമ്മേളനമാണ്, മര്യാദയില്ലാത്ത ചോദ്യമാണ്, വകതിരിവില്ലാത്ത പെരുമാറ്റമാണ്. അങ്ങനെ പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ അങ്ങനെ തന്നെ റെസ്പോണ്ട് ചെയ്യേണ്ടി വരും എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും നമ്മൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊരു വലിയ ചർച്ചയാക്കിയ ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നു, കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ദേഷ്യം വരുകയില്ലേ? ദേഷ്യം വന്നാൽ നമ്മളത് പ്രകടിപ്പിക്കും. പിണറായി അങ്ങനെ പ്രകടിപ്പിക്കുന്ന പച്ചയായ മനുഷ്യനാണ്. കാരണം ഞാൻ ഇത് മാത്രമല്ല, VS-ന് അനുകൂലമായിട്ട് മദ്യപിച്ച് കുറെ പേര് വന്ന് ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ ഏറ്റവും അവസാനത്തെ പൊതുസമ്മേളനത്തിൽ ആഘോഷം നടത്തുകയും VS-ന് കീഴുകയും വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ പിണറായി നിന്ന് നല്ല ഗംഭീരമായി ചീത്ത പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള ജെനുവിനായിട്ടുള്ള ആളുകളെ മനസ്സിലാക്കാൻ കൂടി പഠിക്കണം. ഒരു മാധ്യമപ്രവർത്തകർ വിളിക്കാതെ കയറിയപ്പോൾ അദ്ദേഹം കടക്ക് പുറത്ത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന ജെനുവിനായിട്ടുള്ള ആളുകളെ മനസ്സിലാക്കാതെ വളരെ കൃത്യമായി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന, പുറമേ നിന്ന് റീലുകളിൽ നിന്ന് മാത്രം മാന്യത ചമയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളെ മനസ്സിലാക്കണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക് മലയാളികൾ വരണം എന്നുള്ളതാണ്. അല്ലാതെ ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ തൊടുത്തുവിടുന്ന കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമലയിലെ വീട് നഷ്ടപ്പെട്ട അങ്ങേയറ്റം ദുരിതത്തിലായി പോയ, കേരളം നടുങ്ങിയിട്ടുള്ള ഒരു ദുരിതത്തിൽ പണം ഭരിച്ചവരോട് ഈ മാധ്യമങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട, ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രയോ ക്രൂരതയാണ്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ കയറി മോട്ടിക്കുന്നവരെക്കാളോ, നമ്മുടെ വീട് പൂട്ടിക്കിടക്കുന്ന വീട് കൊള്ളയടിക്കുന്നവരെക്കാളോ എത്ര മോശപ്പെട്ട ഒരാളായിരിക്കും. അങ്ങനെയുള്ള ഈ കൊള്ളയടിക്കുകയും മോട്ടിക്കുകയും ചെയ്യുന്ന ആളുകൾ, കള്ളന്മാർ പോലും ഒരിക്കലും ഒരു ദുരിതാശ്വാസത്തിന് നിൽക്കുന്ന ആളുകളുടെ എന്തെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട് പോകില്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ പേരിൽ പണപ്പരിപാടി എടുത്തിട്ട് അത് തട്ടിക്കൊണ്ട് പോകില്ലല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, അത്തരത്തിലുള്ള മേജറായിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ ചർച്ചയാകാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞു. എന്താണ് പറഞ്ഞേക്കുന്നത്? വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞു. അത് വലിയ വാർത്തയും മാധ്യമങ്ങളിൽ വലിയ കാര്യവുമായിട്ട് ഒരു ഇമേജ് പെർസെപ്ഷൻ ബിൽഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. തെറ്റായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയും. ഞാൻ പിണറായി വിജയനെ വസ്തുതാപരമായി വിമർശിച്ചിട്ടുണ്ട്, അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്തത്, അദ്ദേഹം പറഞ്ഞു ജി സുധാകരൻ ചെയ്തത് രാഷ്ട്രീയ ചെറ്റത്തരമാണ് എന്നുള്ളത് പറഞ്ഞു. രാഷ്ട്രീയ ചെറ്റത്തരം, ഈ വാക്ക് നേരത്തെയും പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ ചെറ്റത്തരം. ഓക്കെ, അതൊരു വേണമെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് ഇല്ലാത്ത വാക്കാണ്. കാരണം ചെറ്റക്കുടിൽ എന്നൊക്കെ വിളിച്ചിരുന്നത് ഈ പറഞ്ഞ പോലെ സാധാരണ പാവപ്പെട്ട ആളുകൾ ഓലമേഞ്ഞ കുടിലിൽ താമസിക്കുന്നതിനെ പണ്ട് ചെറ്റക്കുടിൽ എന്ന് വിളിച്ചിരുന്നതാണ്. അങ്ങനെ വളരെ വിശദമായി ഭാഷാ പാണ്ഡിത്യത്തോടുകൂടി ഈ പറയുന്ന പോലെ ഓരോ വാക്കുകളും ഉപയോഗിക്കുന്ന ആളല്ല പിണറായി വിജയൻ. അത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പരനാടകമുള്ള പല പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു ഗ്രാമീണ അന്തരീക്ഷങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവരൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ലാംഗ്വേജ്, അതായത് ചെറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറ്റപ്പുരയാണ് ഉദ്ദേശിച്ചത്, അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നമ്മളൊക്കെ തന്നെ പലപ്പോഴും ആളുകളോട് നിങ്ങളിൽ എത്ര പേര് പറഞ്ഞിട്ടുണ്ടോ ഒരു ചെറ്റ വർത്താനം പറയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഈ ചെറ്റ വർത്താനം പറയില്ലേ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട വർത്താനം പറയില്ലേ എന്ന് മാത്രമേ എടുത്തോളൂ, അല്ലാതെ ചെറ്റപ്പുരയിൽ താമസിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള വർത്താനം പറയുന്നത്, അതുകൊണ്ട് അത്തരത്തിൽ പാവപ്പെട്ട ആളുകളെ കൂടി മോശമാക്കി കാണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിതാവും മാതാവും ഒക്കെ സാധാരണ കുടുംബങ്ങളിൽ ജനിച്ചുള്ള ആളുകളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അർത്ഥമൊക്കെ കൽപ്പിച്ചു കൊടുത്തിട്ട് മനോരമ പോലെയുള്ള പത്രങ്ങളൊക്കെ തന്നെ ഇത് വലിയ ചെറ്റ എന്ന് ജി സുധാകരനെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നരേറ്റീവ് അങ്ങോട്ട് ബിൽഡ് ചെയ്യുകയാണ്. ഈ നരേറ്റീവിലേക്ക് നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ പെട്ടുപോകുന്നുണ്ട്. കാരണം എന്താ? ഇതാണ് ഏറ്റവും വലിയ സംഭവം. മറ്റു സംഭവങ്ങളും വളരെ കാതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മറന്നു പോവുകയാണ്. KPCC അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ മുണ്ടക്കൈ ചൂരൽമലയിലെ വൻതോതിൽ പിരിവ് നടത്തുകയും ആ പിരിവ് നടത്തിയിട്ടുള്ള ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിന്റെ പിരിവ് കാണാനില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ കണക്ക് പോലും പറഞ്ഞിട്ടില്ല. കേരളത്തിലാണ് സംഭവിക്കുന്നത്. അതായത് ഞങ്ങൾ ഇത്ര രൂപയാണ് പിരിച്ചത് എന്ന് പോലും അവർ പറയാൻ തയ്യാറായിട്ടില്ല. പോട്ടെ, അതിന്റെ ആപ്പ് പോലും കാണാനില്ല എന്നാ പറയണം. അപ്പൊ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ കാണാതെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പുറകെ പോകുന്നത്? ഇനി പിണറായി വിജയനെ വിമർശിക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിണറായി വിജയനെ ഫാക്ച്വൽ ആയിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് വിമർശിക്കൂ, അതിന് തെറ്റില്ല. ഇനി ഇത്ര ദിവസങ്ങളിൽ അവർ പറഞ്ഞ മറ്റൊരു പ്രചാരണമുണ്ട്. ആ പ്രചരണം എന്താണെന്നറിയാമോ? ആ പ്രചരണം എന്താ? മോഹൻലാലിന്റെ ഇന്റർവ്യൂ നടത്തി അതിന് 10 കോടി രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നിരവധി യൂട്യൂബ് ചാനലുകൾ വീഡിയോ ചെയ്തു.
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ മറ്റു ക്രൈം ഓൺലൈനിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ 1 രൂപ പോലും കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. മറ്റു ചില വലിയ രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ ഞാൻ പറഞ്ഞു. കാരണം മോഹൻലാൽ അത് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് വന്ന് ചെയ്തായിരിക്കും. ഒരു ദിവസത്തെ താമസവും അക്കോമഡേഷൻ ബാക്കിയുള്ളതും കൊടുത്താൽ മതി, അതായത് ഫ്ലൈറ്റ് ടിക്കറ്റോ കൊടുത്താൽ മതി. അതിനാകെ ചിലവായിട്ടുള്ളത് ഇപ്പോൾ 10-13 ലക്ഷം രൂപയാണ്. ഈ 13 ലക്ഷം രൂപ ചിലവായത് തന്നെ വലിയ കാര്യമാക്കി അവർ ഉയർത്തി കിടക്കുന്നത്. നേരത്തെ പറഞ്ഞത് 10 കോടിയാണെന്ന് മനസ്സിലാക്കണം. ഒരാള് ഒരു PRDയുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് മോഹൻലാലിനെ പോലെ താരം വരുമ്പോൾ അയാൾക്ക് എത്ര രൂപയുടെ റൂം എടുത്ത് കൊടുക്കേണ്ടി വരും, എത്ര രൂപയുടെ ഫ്ലൈറ്റ് ചാർജ് കൊടുക്കേണ്ടി വരും, അയാളുടെ കൂടുതൽ ആളുകൾ കൊടുക്കേണ്ടി വരും, അയാളുടെ മേക്കപ്പ് മാന് കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ മറ്റ് സ്റ്റുഡിയോ സൗകര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ എമൗണ്ടാണത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പൊലിപ്പിച്ച് കാണിക്കുകയും യാഥാർത്ഥ്യ ബോധമില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് വളരെ ട്രിവിയലായ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ജനശ്രദ്ധ കൊണ്ടുവിടുകയും എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെ വിസ്മരിപ്പിക്കുകയും ചെയ്യുക, ഒരു എന്റർടൈൻമെന്റ് ന്യൂസാക്കി മാറ്റുക എന്ന് പറയുന്ന പണിയാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഉറപ്പായിട്ടും പറയാം, പിണറായി വിജയൻ വേണമെങ്കിൽ ഈ 2 വാക്കുകളും വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു, അത്രേ ഉള്ളൂ. ഇത് പക്ഷെ വേറൊരു കാര്യം, ഇത് പിണറായി വിജയൻ മാത്രമല്ല പറഞ്ഞേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, KPC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിൽ സംസാരിച്ചപ്പോൾ പുള്ളി ചെസ് കളി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ആലപ്പുഴയിൽ വന്നു. ഇവർ രണ്ടുപേരും കൂടെ യാത്രയിൽ പത്രസമ്മേളനത്തിൽ ആളുകളൊക്കെ വന്നിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലിരിക്കുമ്പോൾ സുധാകരൻ ചോദിച്ച വാക്ക് നിങ്ങൾക്ക് ഓർമ്മേണ്ട, ഈ മൈ എവിടെ പോയി കിടക്കണമെന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് ചെസ് കളി ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ്. ഉടനെ തന്നെ പറയണേ ചെസ് കളി ഉദ്ഘാടനം ചെയ്യാൻ പോയതാണെന്ന് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പറയുന്നുണ്ട്, മിണ്ടല് മാധ്യമങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ന്യായീകരണം കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. കാരണം അത് നമ്മൾ സുഹൃത്തുക്കളൊക്കെ തമ്മിൽ സാധാരണ വിളിക്കുന്ന വാക്കല്ലേ എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളൊക്കെ തമ്മിൽ വിളിക്കുന്ന വാക്ക് സാധാരണ വാക്കാണ്, നിങ്ങളൊക്കെ തമ്മിൽ വിളിക്കാറില്ല എന്നൊക്കെയാണ് പത്രപ്രവർത്തകരോട് ചോദിച്ചത്. അപ്പൊ ഈ ചെറ്റവർത്താനം എന്നുള്ളതൊക്കെ തമ്മിൽ സുഹൃത്തുക്കളൊക്കെ തമ്മിൽ പറയാറില്ലേ? എന്തൊരു നാറിയ പണിയാണ് ഈ കാണിക്കുന്നത് എന്ന് പറയാറില്ലേ? അപ്പൊ ഈ വാക്കുകളൊക്കെ ഭയങ്കര അൺപാർലമെന്ററി ആയി, നമ്മളേതാണ്ട് മറ്റേ അത്രമാത്രം ശുദ്ധമായ മലയാളം സംസാരിക്കുന്നവരായി നമ്മളെ തന്നെ വെറുതെ പ്രൊജക്ട് ചെയ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊക്കെ അത്തരം തെറികളൊക്കെ പറയാത്ത ഒരാളാണ് കേട്ടോ, സത്യസന്ധമായി പറയുകയാണ്. ഞാൻ അങ്ങനെ തെറികളൊന്നും പറയാത്ത ഒരാളാണ്. അതുകൊണ്ട് എന്റെ വായിലൊന്നും വരുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ KPC പ്രസിഡന്റ് പ്രതിപക്ഷ മൈ എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അതുപോലും വളരെ കോമണായി പറയുന്ന ഒരു കാര്യമാണെന്നാണ് ഇവർ പറയുന്നത്. ഇനി ഇതൊക്കെ പോട്ടെ, സുധാകരൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തൊരു ചെറ്റ മുഖ്യമന്ത്രിയാണ് ഈ കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ക്ലിപ്പ് ഉണ്ട്. അപ്പൊ അന്നേരം ഒന്നും മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്തയല്ല. ഇവർ യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെറിപ്പിക്ക് ചെയ്യുന്നത് വ്യക്തമായ അജണ്ടകളോടും താല്പര്യങ്ങളോടും കൂടിയാണ് എന്നുള്ളത് എന്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ പോരട്ടെ, അല്ലാതെ ഇതൊന്നും വലിയ വിമർശനങ്ങളായി ഉന്നയിക്കേണ്ട എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട പൊതുജനം പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഈ വീഡിയോക്ക് താഴെ കമന്റുകളായി രേഖപ്പെടുത്തണം.